ഹലോ. ഇന്ന് പരീക്ഷ പറഞ്ഞിട്ടുണ്ട്. പഠിച്ചാ? എല്ലാരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സമയം കളയണ്ട, നമുക്ക് അങ്ങനെ തുടങ്ങിയാലോ. ടീച്ചർ കുറെ ലെറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പൂവിന്റെ അകത്ത്, ഒരു മലരിന്റെ അകത്ത്, ഒരു പുഷ്പത്തിന്റെ അകത്ത്, ഒരു സുമ എന്ത് വേണമെങ്കിലും പറഞ്ഞോ നിങ്ങൾ. അതിന്റെ അകത്ത് ടീച്ചർ കുറെ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. പഠിച്ച അക്ഷരങ്ങളൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എല്ലാം ഉണ്ട് ഇതിന്റെ അകത്ത്, പഠിച്ചതൊക്കെ ഉണ്ട്. ഇവിടെ ടീച്ചർ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ആണ് ടീച്ചർ ചോദിക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് കുറെ വാക്കുകൾ എഴുതാം. ഇവിടെ നിന്ന് ഒരു അക്ഷരം എടുക്കണം, ഇവിടെ നിന്ന് ഒരു അക്ഷരം എടുക്കണം, ഇവിടെ നിന്ന് ഒരു അക്ഷരം എടുക്കണം. അപ്പൊ ഈ അക്ഷരങ്ങളൊക്കെ നമുക്കറിയാല്ല. നമുക്ക് പറയണോ? റ, ര, ത, ന, പ, വ, മ, ല, ഹ, സ. റായിർ, നായിൻ, ലായിൽ. ഇത് ഈ പായും വായും ഇല്ലും ചേർത്താൽ പവൽ. ഒരു വാക്കുണ്ടോന്ന് ടീച്ചർക്ക് അറിഞ്ഞൂടാ. ഇത് പവർ. പരൻ, പലൻ, വരൻ, മലർ, വരൻ, പരൽ, വരൻ. അങ്ങനെ വാക്കുകൾ കേട്ടോ, അർത്ഥവത്തായ വാക്കുകളായി. അപ്പൊ നേരെ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ നോക്കി ഉത്തരം എഴുതിയാൽ മതി, നേരിട്ട് എഴുതിയാൽ മതി. അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ ആയിട്ട് ടീച്ചർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സ്വർണ്ണക്കടയിൽ പോയിട്ട് വള മേടിക്കുന്നു, കമ്മല് മേടിക്കുന്നു, മാല മേടിക്കുന്നു. നമ്മൾ ഒരു അളവ്, സ്വർണം തൂക്കാൻ എടുക്കുന്ന ഒരളവ്, അത് ഇവിടെ നോക്കിയിട്ട് അത് മാത്രം ഇടുക. ഒന്നൊന്ന് നമ്പർ ഇടുക, ഒന്നൊന്ന് നമ്പർ ഇടുക. ആൻസർ ഇവിടെ നോക്കി എഴുതിക്കോ. ഇവിടെ നോക്കി എഴുതിയാൽ മതി. അക്ഷരത്തിലേക്ക് നോക്കണമെന്നില്ല ടീച്ചർ, അത് വെറുതെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, പഠിച്ച അക്ഷരങ്ങൾ. സ്വർണം നമ്മൾ സ്വർണ്ണക്കടയിൽ പോയി വാങ്ങിക്കുന്നത്, മേടിക്കുന്ന അളവ്. ഇവിടെ നിന്നൊരക്ഷരം, ഇവിടെ നിന്നൊരക്ഷരം, ഇവിടെ നിന്നൊരക്ഷരം എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഉത്തരം പറയണോ? നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. എനിക്ക് അയച്ചു തന്നാൽ മതി. ലാസ്റ്റ് പറയാം കേട്ടോ. അടുത്തത് കല്യാണപ്പന്തലിൽ ഞാനുണ്ട്. കല്യാണപ്പന്തലിൽ ഞാനുണ്ട്. ഇവിടെ ആരാണോ കല്യാണപ്പന്തലിലുള്ളത് അയാളുടെ പേര് 2 എന്ന് നമ്പർ ഇട്ടിട്ട് എഴുതുക. 2. അടുത്തത് 3. പൂവാണ് ഞാൻ, പുഷ്പമാണ് ഞാൻ, സുമമാണ് ഞാൻ, കുസുമമാണ് ഞാൻ. ആരാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കി എഴുതുക. 3. 4. ജലജീവിയാണ്, ശുദ്ധജലത്തിൽ വളരും, കുട്ടികൾക്ക് തന്നെ വളരെ ഇഷ്ടമാണ്. അക്വേറിയത്തിലൊക്കെ പല വകുപ്പിലായിട്ട് ജീവിച്ച് നടക്കുന്ന ഒരു ജീവിയാണ്. ഇവിടെ നിന്ന് നോക്കി എഴുതുക ഏതാണ് ആ ജീവിയുടെ പേരെന്ന്. ഓക്കെ. 5. ശക്തിമാനായതുകൊണ്ട് എനിക്ക് അതുണ്ട്. ഇതിൽ എന്ത് സാധനമാണ് ഒരു ശക്തിമാൻ ഉള്ളതെന്ന് എഴുതുക. ശക്തിമാനായതുകൊണ്ട് എനിക്ക് അതുണ്ട് എന്താണെന്ന് എഴുതുക. എഴുതിയിട്ടുണ്ടാവുമല്ല? ശരി, നമുക്ക് മാർക്കിടണ്ടേ? ഒന്നും കൂടി വരാം നമുക്ക്. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഓർമ്മയുണ്ട? സ്വർണ്ണക്കടയിൽ പോയി സ്വർണം മേടിക്കുമ്പോ നമ്മൾ തൂക്കി മേടിക്കുന്ന അളവ് ഏതാണ്? പ, വ, ഇൻ അല്ലേ? ഇതാണ് പ, വ, ഇൻ, പവൻ. പവൻ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? കല്യാണപ്പന്തലിൽ ഞാനുണ്ട്. കല്യാണപ്പന്തലിൽ ആരാണുള്ളത്? വ, ര, ഇൻ, വരൻ. വ, ര, ഇൻ, വരൻ. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? പൂവാണ് ഞാൻ, പുഷ്പമാണ് ഞാൻ, സുമമാണ് ഞാൻ, കുസുമമാണ് ഞാൻ. ആരാണ്? മലർ. മ, ല, ഇർ, മലർ. മലർ. അടുത്തത് എന്താ? നാലാമത്തെ ചോദ്യം എന്തായിരുന്നു? ശുദ്ധജലത്തിൽ ജീവിക്കും, ജലജീവിയാണ്, കുട്ടികൾക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പല ബ്രാൻഡ് ഉണ്ട് അക്വേറിയത്തിൽ. ആരാണ്? പരൽ. പ, ര, ഇൽ, പരൽ.
പരൽ. അടുത്തത് എന്താ ചോദ്യം? ശക്തിയുള്ളവനാണ് ഞാൻ, എന്നില് അതുണ്ട്. എന്താണുള്ളത്? പവർ. 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 ഇനി മാർക്കിടണ്ടേ? നിങ്ങൾക്ക് തന്നെ ഇടാല്ല മാർക്ക് അല്ലേ? നമ്മൾ കേട്ട് ഒരു കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 5 മാർക്ക് ഇടാം. അതിനുശേഷം ആലോചിച്ചിട്ട് അങ്ങോട്ട് കിട്ടിയില്ല, പായും പായൊക്കെ അങ്ങോട്ട് വന്നില്ല, അങ്ങനെയുള്ളവരാണെങ്കിലാ മാർക്ക് കുറയും ഇല്ലേ? ടീച്ചർ ഇന്ന് ഇവിടെ അക്ഷരം എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾ തന്നെ സ്വയം കഴിഞ്ഞ വീഡിയോയിൽ ടീച്ചർ പറഞ്ഞില്ലേ, ഒന്നുമില്ലാതെ ഇനിയിപ്പോ ഒന്നും കിട്ടിയിട്ടില്ലാത്ത ആൾക്കാർക്ക് ഇത് നോക്കി എഴുതാം. അവർക്ക് എത്ര മാർക്ക് കിട്ടും? 5 മാർക്ക് കിട്ടും കേട്ടോ. ഇപ്പൊ ഇല്ല, പഠിക്കാനല്ലേ. ഓക്കെ, ടീച്ചർ വായിച്ചിട്ട് 2-3 അക്ഷരം പഠിക്കാമല്ലോ നമുക്ക്. ശരി. കച്ചട്ടത്തപ്പ കേട്ടിട്ടുണ്ടാ? കച്ചട്ടത്തപ്പ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കച്ചട്ടത്തപ്പ കേട്ടിട്ടില്ലേ? അത് ടീച്ചർ ഒന്ന് എഴുതട്ടെ. ഇച്ചിരി ടഫാണ്, അത് എഴുതണില്ല. ച ത ത പ. വേണമെങ്കിൽ വെറുതെ എഴുതാണ് ടീച്ചർ, ഇച്ചിരി ടഫ് ആയതുകൊണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് പഠിപ്പിക്കാന്ന് വിചാരിച്ചതാണ്. കച്ചട്ടത്തപ്പ. ഇതിന്റെ അകത്ത് നമ്മള് താ പഠിച്ചു, പാ പഠിച്ചു. ടീച്ചർ ഒരു കാര്യം നേരത്തെ പറഞ്ഞ് കുറെ അക്ഷരങ്ങൾ ഇനി പഠിക്കാനുണ്ട്. ഇതുങ്ങളെയൊക്കെ ഒരു മുറിയിലാക്കുന്നു. ഈ മുറി എന്ന് പറഞ്ഞാൽ ഈ ഭാഗം നമ്മുടെ വായിലാണ് ടീച്ചർ ആക്കാൻ പോണത്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് അതിക്ക് മുന്നേ ഏറ്റവും മുന്നേ ഇവിടെ കൊണ്ടുപോയിട്ട് അവരെയൊക്കെ ഗ്രൂപ്പ് തിരിക്കണം. ആ പണി ഉണ്ട്, വലിയൊരു ടാസ്ക് ആണത്. അത് നമുക്ക് ചെയ്യാം, ഈസിക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് അക്ഷരം പഠിക്കാം. ടാ. നാവ് എവിടെയാ മുട്ടിയെന്ന് നോക്കിയേ. ടാ എവിടെ മുട്ടിയത്? അണ്ണാക്ക് അല്ലെ, മുകൾ ഭാഗത്ത്. കാ പറഞ്ഞാലും ചാ പറഞ്ഞാലൊക്കെ അവിടെയല്ല, ടാ പറയുമ്പോ അവിടെ. നമുക്ക് ടായിൽ തുടങ്ങാം. ടായാണ് ഇപ്പൊ നമ്മൾ തായും പായും കഴിഞ്ഞില്ലേ, ടാ. റായൊക്കെ നമ്മൾ എഴുതാൻ പഠിച്ച് അല്ലെ. നമ്മനെ റായനെ കൊണ്ടൊരു ഡാൻസ് ചെയ്യിപ്പിക്കണേണ്. ആദ്യം നമ്മൾ ഇങ്ങനെ എടുത്ത്, പിന്നെ നമ്മൾ ഇങ്ങനെ എടുത്ത്. ടാ. നമ്മൾ നേരത്തെ സരസേട പഠിച്ചപ്പോ നമ്മള് ഇങ്ങനെ എടുത്ത്, റാ കഴിഞ്ഞ് നമ്മള് നാ കഴിഞ്ഞ് പിന്നെ നമ്മ സ അല്ലെ, സരസ. ഇത് നമ്മൾ ടാ ഇങ്ങനെ. ടാ നമ്മളുടെ നമ്പർ എഴുതൂലേ? 5 നമ്മള് ഇങ്ങനെ എഴുതും, ഇങ്ങനെ എഴുതും, ഇങ്ങനെ എഴുതും, ഇങ്ങനെ എഴുതും. പല തരത്തിൽ 5 എഴുതും. അതുമായിട്ട് ചേർത്ത് പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റർ യെസ് അതുമായിട്ട് ബന്ധമുള്ളതാണ് ടാ. നമ്മുടെ അണ്ണാക്കിലാണ് ഇത് പോയി മുട്ടുന്നത് ടാ. ടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3 വരിയിൽ എഴുതുക. ടാ. നല്ല ഭംഗിക്ക് എഴുതണം ട്ടാ, മുട്ടിച്ച് തന്നെ എഴുതണം. 3 ടാ എഴുതുക. ഇനി നമുക്ക് കിട്ടുന്നത് ടവർ, ഒരു വാക്ക് കിട്ടും. ടവർ. ട വ ഇർ. പിന്നെന്ത് കിട്ടും? ഹോംവർക്ക് ആയിക്കോട്ടെ. വായും ഇറും നമ്മൾ പഠിച്ചതാണ്. ടവർ എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പൊ നമ്മള് പിന്നെ നിലയായിട്ട് പോകുന്ന കെട്ടിടങ്ങൾക്ക് ടവർ, അതല്ലെങ്കിൽ നമ്മുടെ ഏരിയയിലൊക്കെ കൊടുക്കുന്നതിന് ടവർ എന്നല്ലേ പറയുന്നത്? ഓക്കെ, ടവർ ബിൽഡിങ്, അതാണ് ടവർ. എപ്പോഴും ഉയർന്നു നിൽക്കുന്നതാണ് ടവർ. പിന്നെ ടാ വെച്ചിട്ട് നോക്കുക എന്തെങ്കിലും കിട്ടുമോ എന്ന് കേട്ടാ. ഓക്കെ, ടാ മനസ്സിലായല്ല? ടാ. അടുത്തത് നമ്മൾ തൊട്ട് മുന്നേ, ടായുടെ മുന്നേലുള്ളതാണ് ച. എന്താണ്? ച. ചായ എങ്ങനെ എഴുതണത്? നമ്മള് പാ ഇങ്ങനെ എഴുതി ഇല്ലേ, നമ്മള് മാ ഇങ്ങനെ എഴുതി. ഈ കുഞ്ഞുമാ എടുക്കുക, മുന്നോട്ടും പിന്നോട്ടും പാല അങ്ങോട്ട് നീട്ടുക. ചായയുടെ തല ഭാഗം ആ വളച്ച്, പായല്ല, പാ ഇങ്ങനെ താഴത്തോട്ട് മുട്ടിയാണെങ്കിൽ ഇത് ഇത്തിരി ഉയർത്തിയെടുക്കണം. ച നോക്കിയേ, ച. ച എഴുതി തന്നെ പഠിക്കണം. ച ച ച ച. നമുക്ക് ഏതൊക്കെ വാക്ക് കിട്ടും? എന്താണിത്? ചരൽ. ചരൽ. പിന്നെത് കിട്ടും ചറപറ. ചറപറ പറ. ചറപറ മഴ പെയ്തു. ഇന്ന് മഴ പെയ്തത് ചറപറ മഴ പെയ്ത് ഇല്ലേ? ചറപറ ഒരു വാക്കാണത്, ചറപറ. പിന്നെ
വേറെ ച വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ച, ചര, ചരൽ, ചറ, ചത, ചത, ചത. ചത വാക്കണ്ട, ചതഞ്ഞ് എന്നൊക്കെ പറയാം അല്ലെ. ചത, ചതയുപ്പ, ചത വാക്കണ്ട, ചത വാക്കില്ലെന്ന് തോന്നുന്നു. ചത, ചത, ചര, ചരൽ, ചറ, പറ. ഓക്കെ, ഇത്ര കിട്ടുള്ളൂ. നമുക്ക് ഉണ്ടാവും കേട്ടോ, വാക്കുണ്ടാവും. നമ്മൾ പഠിച്ചതിന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടാ. ഓക്കെ, ചായ കഴിഞ്ഞപ്പ ച, കച്ചട്ട പായില, ച ട ത പ കഴിഞ്ഞു നമ്മളുടെ കേട്ടാ. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ടീച്ചർ, ഒരു അക്ഷരമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. നമ്മളെല്ലാം ഇത്രയും നേരം നമ്മൾ എന്താ ചെയ്തത്? പഠിക്കരുത്, പഠിക്കുന്നു, പാഠം പഠിക്കുന്നു. അവിടെയും ഒരു ഠ ഉണ്ട് ഇല്ലേ? അത് ഈ ഠ അല്ല. ആ ഠ ഒരു ഇത്തിരി ഉറപ്പിച്ചങ്ങ് പറയണം കേട്ടാ. രണ്ടുപേരേല് ഇത് നന്നായിട്ട് എഴുതി പഠിക്കണം, നല്ല ഭംഗിക്ക്. അതിങ്ങനെ റായ എഴുതി കൂട്ടിമുട്ടിക്കുകയൊന്നും ചെയ്യരുത്, ഇങ്ങനെ തന്നെ എഴുതണം കേട്ടാ. ഠ, പാഠം പഠിച്ചു. ഠ, പാഠം പഠിച്ചു, പാഠം പഠിച്ചു. വ്യക്തമായിട്ട് എഴുതണം കേട്ടോ. നല്ല എഴുതി തന്നെ പഠിക്കണം. കാരണം നമുക്ക് ഇതിന്റെ ചെറിയ പതിപ്പൊക്കെ പഠിക്കാനുണ്ട്, ചെറുതൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ തെറ്റിപ്പോവരുത് അളവില്. ഇപ്പൊ പായും വായും ചില പിള്ളേര് ഇങ്ങനെ തന്നെ എഴുതും, അതുപോലെ വരരുത്. ഇത് ഠ നല്ല വ്യക്തമായിട്ട് ഇതേ ഇതിന്റെ അളവിൽ തന്നെ ഉയർന്നു തന്നെ നിൽക്കണം. ഇപ്പൊ നമ്മൾ ഠ ഇങ്ങനെ എഴുതിയാല് ഠയുടെ അതേ അളവിൽ തന്നെ നിൽക്കുന്നതാണ് ഠ. ഉറപ്പിക്കുക കേട്ടാ. അപ്പൊ ഇതിന്റെ തുടക്കം വരുന്ന വാക്കുകള് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മള് ചെക്ക് ചെയ്യണം. ടീച്ചർക്ക് ഒരു ഓർമ്മ കിട്ടുന്നില്ല കേട്ടാ. അപ്പൊ ഇത് നമ്മള് ത പ ട ച കഴിഞ്ഞു 3 വരി എടുക്കുക. 3 വരി വിട്ടോ കേട്ടാ, നമുക്കത് അതിൽ നിന്നൊക്കെ വാക്കുകൾ കിട്ടും. എന്ന് വെച്ചാൽ അത് പ്രധാനപ്പെട്ട ഒരു അക്ഷരമാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർന്ന് അടുത്ത ദിവസം നമുക്ക് പുതിയ പുതിയ അക്ഷരങ്ങളിലേക്ക് കടക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെയൊക്കെ ഗ്രൂപ്പ് തിരിക്കാം. ഓക്കെ, മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ടീച്ചറിന്റെ ക്ലാസ്. ടീച്ചർക്ക് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ എല്ലാം ഒന്ന് മലയാളം, ഇംഗ്ലീഷും കണക്കൊക്കെ പുറകെ എടുക്കും. ഇംഗ്ലീഷ് വാക്കുകൾ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥവും കൂടി നമ്മൾ എഴുതും. അപ്പൊ നമുക്ക് ഉറപ്പാകും. ഇംഗ്ലീഷ് അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥവും എഴുതി കഴിയുമ്പോൾ മലയാളം ഓക്കെ ആവും. സമയം എടുക്കും കേട്ടോ. അപ്പൊ മലയാളം ഒന്ന് നമുക്ക് ഈ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തീർക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ ബൈ.